പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നലെ സന്ധ്യയിൽ കർത്താവിൻ്റെ സമ്മുഖത്ത് ഞാനിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചും ആരാധിച്ചും ആത്മാവിൻ്റെ നിറവിലിരിക്കുമ്പോൾ, ദൈവം എനിക്കൊരു ദർശനം നൽകി. ദർശനം എന്ന് പറയുന്നതിനേക്കാൾ അതൊരു ട്രാൻസാണ്. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസും പത്രോസും ട്രാൻസിൽ വിഷൻസൊക്കെ കണ്ടെന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ ഞാൻ ട്രാൻസിൽ കണ്ട ഒരു വിഷനാണ്. ഈ ദർശനം നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് കണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ച് ഈ സമയം ഞാൻ എടുക്കുകയാണ്. ആ ദർശനത്തിൽ ഒരു പുതിയ ശുദ്ധമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം എന്ന് വെച്ചാൽ എൻ്റെ ഇടുപ്പത്ര കിളരമുണ്ട്, ഒരു 4-5 അടി പൊക്കമുണ്ട്, ഒരു 3 അടി വീതിയുണ്ട്. അങ്ങനെ ഒരു നല്ല വലിയൊരു അണ്ട, പുതിയ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പാത്രം, പളപളായിരിക്കുന്നു. ആ പാത്രത്തിൻ്റെ അകത്ത് ഞാൻ നോക്കുന്നു. പാത്രത്തിൻ്റെ അകത്ത് കണ്ണാടി പോലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, വെള്ളം നിറഞ്ഞിരിക്കുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കിണറ്റ് വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് പിടിച്ച വെള്ളമല്ല, ബിസ്ലറി വെള്ളം തന്നെ ഒഴിച്ചു വച്ചിരിക്കുകയാണ്. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഈ പുതിയ പാത്രത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഈ വെള്ളത്തിൻ്റെ മീതെ ഒരു ചെറിയ കഷണം മലം മെതന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊരു പീസായിട്ട് മെതക്കുകയാണ്. അത് വെള്ളത്തിൽ കലങ്ങിയിട്ടില്ല, അതിൻ്റെ പീസുകളൊന്നും വെള്ളത്തിലില്ല. ഒറ്റൊരു പീസ്, ഒരു ചെറിയൊരു പീസ് അതിലങ്ങ് മെതന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് എന്നോട് ചോദിച്ചു, ഈ വെള്ളം നീ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇത് അശുദ്ധമാണ്, ഈ വെള്ളം ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കൈ വന്ന് ഈ മലം ആ വെള്ളത്തിൽ നിന്ന് അങ്ങ് എടുത്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് വെള്ളത്തിൽ കലങ്ങിയിട്ടില്ല, ഒരു പീസാണ്, അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലം അങ്ങ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ആ വെള്ളം വീണ്ടും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ടിരിക്കുക, ശുദ്ധജലമായിരിക്കുക. അതിൻ്റെ അകത്ത് നോക്കിയാൽ മലം കിടന്നതിൻ്റെ ഏതൊരു ട്രേസും ഇല്ല. ഇപ്പം അത് ഞാൻ മലം കിടന്നത് കാണാതെ ഇരുന്ന്, ഒരു പക്ഷേ അതിന് മുമ്പേ അത് ആരെങ്കിലും എടുത്തിരുന്നാൽ ഞാൻ ആ വെള്ളം കോരി കുടിക്കും. അത്രയ്ക്ക് ശുദ്ധമായ വെള്ളമാണ്. ഇപ്പം മലം ആ കയ്യിനെ എടുത്ത് കളഞ്ഞു. ഇപ്പം കർത്താവ് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ആ വെള്ളം അശുദ്ധം കിടന്ന വെള്ളമാണ്, അത് ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അശുദ്ധമൊക്കെ എടുത്തു കളഞ്ഞല്ലേ, ഇപ്പം അതില്ലല്ലോ, അത് വെള്ളത്തിൽ കലങ്ങിയിട്ടില്ലല്ലോ, അത് എടുത്തു കളഞ്ഞല്ലോ. അപ്പം അത്രയും അശുദ്ധം എടുത്തു കളഞ്ഞു, ഇനി ഇത്രയും വെള്ളം ദൂരെ ഒഴിക്കാൻ പറ്റുമോ, അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവേ, എത്ര വെള്ളമായിരുന്നാലും ശരി, അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് മലം കിടന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമായ വെള്ളമാണ്, ഞാൻ ഉപയോഗിക്കില്ല. ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആ വെള്ളം മുഴുവനും ഒഴിച്ചു, പുറത്തൊഴിച്ചു. ഇപ്പോൾ വെറും പാത്രം മാത്രം ഇരിക്കുന്നു. പാത്രം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പുതിയ പാത്രമാണ്. ഇപ്പം കർത്താവ് ചോദിച്ചു, ഇപ്പോൾ ഈ പാത്രം ഉപയോഗിക്കാമല്ലോ, വെള്ളം എടുത്തു, അശുദ്ധി എടുത്തു, ഇപ്പോൾ പാത്രം ഉപയോഗിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പാത്രം ഉപയോഗിക്കാൻ പറ്റില്ല,
കുടിക്കുന്ന വെള്ളമൊന്നും അതിൽ ഒഴിച്ചു വയ്ക്കാൻ പറ്റില്ല. വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യത്തിന് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പുറത്തു വല്ല കാര്യത്തിന് ഉപയോഗിക്കാം, പക്ഷേ നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല കർത്താവ് എന്ന് പറഞ്ഞു. വെള്ളമെടുത്തു, വെള്ളത്തിൽ കിടന്ന അശുദ്ധിയെ എടുത്തു, എന്നിട്ടും പാത്രം ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അശുദ്ധി ഇരുന്ന വെള്ളം ഇരുന്ന പാത്രമാണ്. വെള്ളം മാത്രമല്ല, ആ പാത്രവും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ കണ്ട വിഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു പാത്രവും പാത്രത്തിൽ വെള്ളവും അതിൽ അശുദ്ധിയും മനസ്സിൽ വെച്ചോളണേ. അപ്പം ഇത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷം ഞാൻ കർത്താവിൻ്റെ കൂടി നടന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു ദർശനമാണിത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനങ്ങൾ പാപം സമ്മതിച്ച് ക്ഷമ പ്രാപിക്കുന്നു. പാപം നീക്കപ്പെട്ടാലും ആ അശുദ്ധി ഇരുന്ന വെള്ളം, ആ വെള്ളമാണ് നമ്മുടെ ജീവിതം. ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെ അവർ ചിന്തിക്കുന്നില്ല. ഈ പാപം നീക്കപ്പെട്ടാലും വെള്ളം ഇരുന്ന പാത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാപം എവിടെയോ തനിച്ചിരിക്കുന്നതല്ല, അത് ഈ പാത്രമായ ഈ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ജീവിതമായ വെള്ളത്തിലാണ് പാപമുണ്ടാകുന്നത്. അപ്പോൾ പാപം എടുത്തു കഴിഞ്ഞാലും പാത്രവും വെള്ളവും ഏറെ കേടുപാടുണ്ടായാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നമുക്ക് പാപം എന്താണെന്നറിയില്ല. ഒരു മനുഷ്യർക്കും പാപത്തിൻ്റെ അതിൻ്റെ രീതിയിൽ ആർക്കും അറിയില്ല. പാപം എന്താണ്, പാപത്തിൻ്റെ ക്രൂരത എന്താണ്, പാപം എന്തൊരു ഇമ്പാക്റ്റാണ് ഒരു മനുഷ്യൻ്റെ ദേഹി ആത്മാവിലുണ്ടാക്കുന്നത്, പാപം എത്ര കേടാണ് മനുഷ്യനുണ്ടാക്കുന്നത് എന്നുള്ളത് മനുഷ്യനറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. കാരണം ദൈവം വിശുദ്ധനാകുന്നു. ദൈവത്തിന് മാത്രമേ പാപത്തിൻ്റെ വില അറിയാം. ആര് വിശുദ്ധനായിരിക്കുന്നോ അവർക്ക് പാപത്തിൻ്റെ വില അറിയാം. ദൈവം 100% വിശുദ്ധനാക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ പാപവും ദൈവത്തിന് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ പാപികളാകുന്നു. അതുകൊണ്ട് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് വന്ന നമ്മൾക്ക് വിശുദ്ധിയുടെ വില അറിയില്ല. പാപം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നുള്ള അറിയില്ല. അതുകൊണ്ട് പാപം ചെയ്യുന്നു, ഏറ്റുപറയുന്നു, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ഫ്രീ ആയി. പാപം ഏറ്റുപറഞ്ഞു, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി. പ്രിയരെ, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുന്നു. എല്ലാ പാപവും കഴുകുന്നു. അതിലേതൊരു മാറ്റം ഇതും എനിക്കില്ല. ഞാൻ 100% വിശ്വസിക്കും. എന്നാൽ ആ പാപം ഇരുന്ന വെള്ളം, ആ ജീവിതവും, ആ പാത്രമായ ഹൃദയവും ശരീരവും ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പാപം ചെയ്ത ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? പാപം സമ്മതിച്ചതോടെ എല്ലാം അവസാനിക്കുമോ? പാപത്തിൻ്റെ ഫലങ്ങൾ ശരീരത്തെ ബാധിക്കുന്നില്ലേ? ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ വെള്ളം മാത്രമല്ല, ശുദ്ധമായ പാത്രവും
ദൈവത്തിന് ആവശ്യമാണ്. ശുദ്ധമായ വെള്ളം മാത്രമല്ല, ശുദ്ധമായ പാത്രവും ദൈവത്തിന് ആവശ്യമാണ്. പാപം ചെയ്യുന്നു, ക്ഷമ ലഭിക്കുന്നു. എന്നാൽ പാപം മനുഷ്യൻ്റെ സ്വഭാവത്തെ തന്നെ അശുദ്ധമാക്കുന്നു. നിങ്ങളൊരു പാപം ചെയ്തു, ആ പാപം നിങ്ങളുടെ ഹൃദയത്തെ, ചിന്തയെ, നിങ്ങളുടെ സ്വഭാവത്തിനെ, നിങ്ങളുടെ സംസാര രീതിയെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലും അശുദ്ധമാക്കുന്നു എന്ന് ദൈവത്തിനറിയുന്നു. നമ്മളതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ പാപം മനുഷ്യൻ്റെ ശരീരം മുഴുവനെയും ജീവിതം മുഴുവനെയും നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യമായ ലക്ഷ്യം എന്താണ്? പാപം ക്ഷമിക്കപ്പെട്ട ജനങ്ങൾ മാത്രമല്ല, പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പാപമില്ലാത്ത ജീവിതം ജീവിക്കുന്ന ജനങ്ങളെയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവം അതിനു വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാണ് ഇസ്രായേൽ ജനത്തിനെ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ വിവിധ തരത്തിലുള്ള രീതിയിൽ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി. മോശെ മുഖാന്തരം ജനങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി. അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തു, ചട്ടങ്ങൾ കൊടുത്തു, അവരോടുകൂടെ ഉടൻപാട് ചെയ്തു. ഇവകളെല്ലാം ചെയ്യുന്നതിന് ഒറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ. അത് വിശുദ്ധിയുള്ള ഒരു ജനത, ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ വിശുദ്ധരായിരിക്കണം. ഈ ഒരു ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പഴയ നിയമത്തിൽ മുഴുവനും നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് പഠിച്ചാൽ ദൈവം താൻ ആഗ്രഹിക്കുന്നത് പോലെ, തൻ്റെ ഹിതം പോലെ, തൻ്റെ സ്വഭാവം പോലെ, തൻ്റെ വിശുദ്ധി പോലെ ഒരു കൂട്ടം ജനത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ഈ കാര്യത്തിൽ ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തെ പൊതുവെ പലരും പ്രസംഗിക്കുന്നില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ ചിലർ മാത്രമാണ് ഇതിനെ ശക്തമായി ഊണിച്ചു പറഞ്ഞത്. മിക്കവരും പാപക്ഷമയെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പാപക്ഷമ, പാപം ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ പാപത്തിൽ നിന്ന് വിടുതലും പാപമില്ലാത്ത ജീവിതവും വിശുദ്ധിയായ ഒരു ജീവിതവും ജീവിക്കണം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപം ചെയ്താൽ ദൈവത്തിന് എന്താ കുഴപ്പം? പലരും ഈ ചിന്താകുലമുള്ളവരാണ്. ഞാൻ പാപം ചെയ്യുന്നു, എനിക്കല്ലേ പ്രശ്നം, ദൈവത്തിന് എന്താ പ്രശ്നം? അങ്ങനെയല്ല. നമ്മൾ പാപം ചെയ്യുന്നതിൽ കൂടി നമ്മേക്കാൾ കൂടുതൽ പ്രശ്നം ദൈവത്തിനാണ്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചവനാണ്. ദൈവം എന്ത് കാര്യത്തിനായി നമ്മെ സൃഷ്ടിച്ചോ ആ കാര്യം നടക്കാതിരിക്കുമ്പോൾ, അതിനെതിരായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം ആ കാര്യത്തിൽ കഷ്ടപ്പെടുന്നു. പാപം മനുഷ്യവർഗത്തിന് മാത്രമല്ല, പാപം ഏറെ കഷ്ടപ്പെടുത്തിയത് ദൈവത്തെയാണ്. ദൈവമാണ് അതിലേറ്റവും കഷ്ടപ്പെട്ടത്. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ നമുക്കത് കാണാം. മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത ദുഷ്പ്രവൃത്തികൾ കണ്ട് കർത്താവ് മനുഷ്യനെ ഞാൻ എന്തിന് സൃഷ്ടിച്ചു എന്ന് മനസ്താപപ്പെട്ടു. ഇംഗ്ലീഷിൽ എലോഹിം റിപ്പൻറ്റഡ് എന്നാണ് ഇരിക്കുന്നത്. മാനസാന്തരമല്ല, അത് മനസ്താപം. ഇതിനു വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ദൈവത്തിൻ്റെ മനസ്സിന് കഷ്ടത ഉണ്ടായി. ഈ കഷ്ടത പഴയ നിയമം മുഴുവനും നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനങ്ങൾ, അവിടെ രാജാക്കന്മാർ, ആ കുടുംബങ്ങൾ, വ്യക്തികൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴെല്ലാം ദൈവത്തിന് പ്രശ്നമുണ്ടായി. ദൈവം ഉടനെ പ്രവാചകന്മാരെ അയച്ചു. ദൈവം പലതരത്തിലും അവരോട് സംസാരിച്ചു.
ആ പാപം വിട്ടുമാറണമെന്ന് പറഞ്ഞു. ആ പാപം വിട്ടുമാറിയില്ലെങ്കിൽ അവർക്ക് സ്വസ്ഥത ഉണ്ടാകില്ല, സൗഖ്യമുണ്ടാകില്ല, അവർക്ക് ജയമുണ്ടാകില്ല, അവർ ശത്രുക്കളുടെ മുമ്പേ പട്ടുപോകും എന്നുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ഉടൻ തന്നെ അവരെ പഠിപ്പിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ആരോ ചിലരൊക്കെ കർത്താവിൻ്റെ ഹിതപ്രകാരം വിശുദ്ധിയോട് ജീവിച്ചു. മറ്റുള്ള ജനങ്ങളെല്ലാം എല്ലാ സമയത്തും ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് പാപം ചെയ്ത് ദൈവത്തെ കഷ്ടപ്പെടുത്തി. ഇപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും നമ്മെ കഷ്ടപ്പെടുത്തുന്നതിന് മുമ്പേ ദൈവത്തെ കഷ്ടപ്പെടുത്തുന്നു. കാരണം ദൈവമുണ്ടാക്കിയ ആത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ദൈവം തൻ്റെ വചനത്തിലും ജീവിതത്തിലൂടെയും ഈ സത്യം താഴെ പറയുന്ന വചനങ്ങളിലൂടെ ഉറപ്പിക്കുന്നു. ആവർത്തന പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 6-ാം വചനം വായിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭൂമിയിൽ ദൈവം തനിക്കൊരു സ്വന്തം ജനം വേണം. ആ സ്വന്തം ജനം തൻ്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. അവർ എൻ്റെ ജനം, ഞാൻ അവരുടെ മധ്യേ ജീവിക്കും എന്ന് കർത്താവ് വളരെ സന്തോഷത്തോടെയാണ് ഭൂമിയിലെ ജനങ്ങളെ തിരഞ്ഞെടുത്തത്. ആവർത്തന പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 2-ാം വചനം വായിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ജനമല്ലോ എന്ന് പറയണില്ല, മക്കളല്ലോ എന്ന് പറയുന്നില്ല, കുഞ്ഞുങ്ങളല്ലോ എന്ന് പറയുന്നില്ല. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ കാര്യം നടന്നില്ലെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് മനസ്താവുണ്ടാവും, ദുഃഖമുണ്ടാവും. ബൈബിൾ ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവത്തിന് ദുഃഖമുണ്ടായെന്ന് നമ്മൾ കാണുന്നു, ദേഷ്യമുണ്ടാവും, ഭയങ്കര കോപമുണ്ടാവും. അതിൽ കൂടി ജനങ്ങൾക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായെന്ന് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ദൈവമക്കൾക്കറിയാം. പുറപ്പാട് 19 അതിൻ്റെ 5-6 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പ്രത്യേക സമ്പത്ത്, സ്പെഷ്യൽ ട്രഷർ, പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പോൾ ലോകത്തുള്ള ജാതികളെല്ലാം പാപം ചെയ്യുന്നു, പാപികളായി ജീവിക്കുന്നു. ആ ജനത്തിൽ നിന്നും ഒരു കൂട്ടം പേരെ ദൈവം തിരഞ്ഞെടുത്ത് അവർ വിശുദ്ധിയായി ജീവിച്ച് തൻ്റെ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ച് തന്നെ സന്തോഷപ്പെടുത്തി തൻ്റെ സമ്പത്തായിരിക്കണം, തൻ്റെ ജനമായിരിക്കണം, തൻ്റെ രാജ്യമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ ജനങ്ങളോട് പറയേണ്ട വചനങ്ങളാകുമെന്ന് മോശയ്ക്ക് പിതാവായ ദൈവം യാവേ എലോഹിം പഠിപ്പിച്ചു. ജനങ്ങളോട് പറയുക, എന്തിനാണ് ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്നും ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത് കൊണ്ടുവന്നത്? അത് ഈ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ബൈബിളിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണിത്, അടിസ്ഥാനമായ ഒരു ഡോക്ട്രിനാണിത്. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ച് വിശുദ്ധന് ഒത്തവണ്ണം, നിങ്ങളെ വിളിച്ച
വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിനെന്ന് പറഞ്ഞു. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിനെന്ന് പറഞ്ഞു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവം തന്നെ പുതിയ നിയമത്തിൽ. ഇപ്പം പഴയ നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വിശുദ്ധ ജനം, പുതിയ നിയമത്തിൽ അതെക്കാളും കൂടുതലാണ്. കാരണം കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്കായിട്ട് മരിച്ച് രക്തം ചിന്തി അവൻ്റെ രക്തത്തിൽ കൂടി വീണ്ടെടുത്ത ജനമെങ്കിലും വിശുദ്ധരായിരിക്കും, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായിരിക്കും, പാപം ചെയ്യാത്തവരായിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്, ആഗ്രഹമാണ്. അതാണ് പറയുന്നത്, ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-ാം വചനം വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് പറയും. ഇവിടെ എല്ലാം സ്വന്തം ജനം, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ ജനം എന്ന് ദൈവം വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഉദ്ദേശം, വീണ്ടും വീണ്ടും പാപം ചെയ്യുക, ക്ഷമ ചോദിക്കുക, കഴുകൽ പ്രാപിക്കുക. ഒരു നാളും പാപം നിർത്തില്ല, പാപം ഒരു നാളും നിർത്തില്ല, പാപം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാളും കഴിയും തീരത്തില്ല, ഒരു നാളും പാപം ചെയ്തും തീരത്തില്ല. ക്രിസ്ത്യാനിയുടെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4 വായിക്കുമ്പോൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു, തിരഞ്ഞെടുക്കുകയും എന്ന് പറയുന്നു. അപ്പം ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിഷ്കളങ്കരും വിശുദ്ധരുമായിരിക്കണം. ഹലോ ക്രിസ്ത്യാനികളെ, നിഷ്കളങ്കരും വിശുദ്ധരുമായിരിക്കണം. അതില്ലാതിരുന്നാൽ ദൈവം സന്തോഷപ്പെടുകയില്ല, സമാധാനമായിരിക്കില്ല, ഇരുന്നേ മതിയാവും. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ വിശുദ്ധിയോടും നിഷ്കളങ്കരായും ജീവിച്ചേ മതിയാവും. അപ്പോൾ ക്ഷമിക്കപ്പെട്ട ജനങ്ങൾ മാത്രമല്ല, പരിവർത്തനം പ്രാപിച്ച് വിശുദ്ധ ജനങ്ങളായിരിക്കുന്ന ജനത്തിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപം നിർത്തി. യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ബൈബിൾ മുഴുവനും പറയുന്നത് ഇനി പാപം ചെയ്യരുത്. ചെയ്ത പാപങ്ങളൊക്കെ പോകട്ടെ, ഇനി പാപം ചെയ്യരുത്. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ അതൊരു സാധാരണപ്പെട്ട കാര്യമല്ല. അത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ നാശമാക്കുന്നു. പാപം കൊലയാളിയാണ്, സാധാരണപ്പെട്ടതല്ല. ദേഹം, ദേഹി, ആത്മാവിനെ നശിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ നശിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം നാശമാക്കുന്നു പാപം എന്ന് കണക്കാക്കി ഈ പാപം അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ വെള്ളം നശിച്ചു, പാത്രവും നശിച്ചു. അവസാനം പ്രിയപ്പെട്ടവരെ, ഒരു മലം കിടന്ന ഒരു പാത്രത്തിനെ എടുത്ത് ഒരു നാളും നമുക്ക് അതിൽ നല്ല ഭക്ഷിക്കുന്ന ആഹാരം വയ്ക്കുവാൻ കഴിയുമോ? കഴിയത്തില്ല. പാപത്തിൻ്റെ വഞ്ചന, അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. റോമാലേഖനം 6:23 വായിക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയും. ഈ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുന്ന വാക്ക് കൺവെൻഷനുകൾ നമ്മൾ പ്രസംഗിക്കാറുണ്ട്, പാപികൾക്ക് മാനസാന്തരത്തിലേക്ക്. എന്നാൽ ഇത് എഴുതിയത് പാപികൾക്കല്ല, ഇത് എഴുതിയിരിക്കുന്നത് ദൈവമക്കൾക്കാണ്, സഭജനങ്ങൾക്കാണ്, രക്ഷിക്കപ്പെട്ട ജനങ്ങൾക്കാണ്. റോമാലേഖനം 6-ാം അധ്യായം പാപികൾക്ക് എഴുതിയിരിക്കുന്നതല്ല, സ്നാനപ്പെട്ടവർക്ക്,
എഴുതിയിരിക്കുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ളത് അത് നമ്മൾ ഗ്രഹിക്കണം. പാപിൽ കഴിയതല്ല. പാപം ഒരു തെറ്റ് മാത്രമല്ല. പലരും വിചാരിക്കുന്നു നോക്കി ഒരു തെറ്റ് ചെയ്തു. ഇല്ല, പാപം ഒരു കൊലയാളിയാണ്. പാപം മനുഷ്യനെ കൊല്ലുന്നു. പക്ഷെ അവൻ നടന്നു തിരിയുന്നു, പക്ഷെ അവൻ മരിക്കുന്നു, അവൻ കൊല്ലുന്നു. പാപം മനുഷ്യൻ്റെ സൽഗുണങ്ങളെ കൊല്ലുന്നു, നല്ല പ്രവൃത്തിയെ കൊല്ലുന്നു, മനസാക്ഷിയെ കൊല്ലുന്നു. അങ്ങനെ ഒരു കൊലയാളിയാണ് പാപം. സാധാരണപ്പെട്ട വ്യക്തിയൊന്നുമില്ല. പാപം ഒരു കൊലയാളിയാണ്. മാനവജാതിയെ കൊല ചെയ്തതാണ് പാപം. ഒരു മനുഷ്യനിൽ കൂടി പാപം പ്രവേശിച്ച് ലോകം മുഴുവനെയും കൊലയാളിയാക്കി വച്ചിരിക്കുകയാണ്. ഏശാവ് 59-ാം അധ്യായം 2-ാം വചനം വായിക്കുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിനെയും തമ്മിൽ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് തിരുവചനം പറയുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് തിരുവചനം പറയും. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം പാപം സുവിശേഷത്തിൻ്റെ ശത്രുവാണ്. പാപം പ്രാർത്ഥനയുടെ തടസ്സമാണ്. പാപം ജീവിതത്തെ നശിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭയങ്കര കൊലയാളിയാണ്. സങ്കീർത്തനം 51-ാം അധ്യായം 5 ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ അകൃത്യത്തിൽ ജനിച്ചു, പാപത്തിൽ ജനിച്ചു എന്ന് പറയുന്നു. പാപം പ്രവൃത്തി മാത്രമല്ല, പാപം സ്വഭാവമാണ്. പാപം ചെയ്യുന്നവർക്ക് ആ പാപം സ്വഭാവത്തിനെ നശിപ്പിച്ച് പാപ സ്വഭാവമാക്കി കളയുന്നു. യേശുവിൽ പാപമില്ല, അവനിൽ പാപ സ്വഭാവമില്ലാതിരുന്നു. നമ്മിൽ പാപം ചെയ്താൽ, നമ്മൾ പാപം ഉണ്ടായിരുന്നാൽ നമ്മുടെ സ്വഭാവം പാപ സ്വഭാവമായിട്ട് മാറും. അതല്ലേ നമ്മൾ ലോകത്ത് കാണുന്നത്. എന്തുകൊണ്ട് പാപം ഇത്ര ഭീകരമാണ്? കാരണം ഓരോ പാപത്തിനും യേശു പ്രത്യേകം മരണം അനുഭവിച്ചു. ഓരോ പാപത്തിനും ഓരോ പാപിക്കുമായിട്ട് കർത്താവായ യേശുവിനെ പിതാവായ ദൈവം പണിഷ് ചെയ്തു. യേശു നമ്മുടെ പാപങ്ങൾക്കായി മരിക്കേണ്ടത് വന്നു. പാപം എത്ര സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് വെച്ചാൽ ദൈവത്തിന് വേറെ എന്തെങ്കിലും രീതിയിൽ അതിന് മാറ്റമായിരുന്നു. പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തു ദൈവത്തിന് ഈ പാപത്തിന് ഒരു സെക്കൻഡിൽ അങ്ങ് മാറ് എന്ന് പറഞ്ഞാൽ മാറത്തില്ലേ? ഇല്ല, ദൈവത്തിന് പ്രമാണമുണ്ട്. ദൈവം പ്രമാണമില്ലാത്ത വ്യക്തിയല്ല. ദൈവത്തിന് പ്രമാണമുണ്ട്. ദൈവം ആ പ്രമാണപ്രകാരം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ദൈവം നീതിയുള്ളവനാണ്, അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ പാപത്തിന് മാറ്റുവാനായിട്ട് ദൈവം ഉച്ചരിക്കുന്ന പ്രവൃത്തികൾ, അതിൽ കൂടി നമ്മൾ പോകുമ്പോൾ പാപം മാറി വിശുദ്ധരായി നമ്മൾ മാറും. ഇപ്പം പാപം നിറഞ്ഞ ലോകത്ത് ഒരു കൂട്ടം ജനം വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തിനെ പ്രസാദിപ്പിച്ച് ദൈവരാജ്യമായി മാറുന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഹിതം. ഏശാവ് 53:5 ഇങ്ങനെ പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ എൻ്റെ ചെറിയ പാപം അവൻ്റെ വലിയ വേദനയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പാവവും ദൈവം ശ്രദ്ധിക്കുന്നു. അതവൻ്റെ വലിയ വേദനയാകുന്നു. ആ ചെറിയ പാപം, ആ ചെറിയ കഷണം അശുദ്ധി, ആ വെള്ളമായ ജീവിതത്തിനെയും
വെള്ളം വരുന്ന പാത്രമായ നമ്മുടെ ശരീരത്തിനെയും നശിപ്പിക്കും, നാശമാക്കും. ദൈവം ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രമായി തീരും. ആ വെള്ളത്തിനെ ദൈവം ഉപയോഗിക്കാൻ പറ്റില്ല. ആ ജീവിതത്തിനെ കർത്താവ് കാണുമ്പോൾ പാപം ചെയ്ത ജീവിതം, പാപത്തിൻ്റെ പ്രവൃത്തികൾ നിറഞ്ഞ ജീവിതം, പാപം നിറഞ്ഞ ശരീരം, ഈ പാത്രത്തിനെ നമ്മുടെ സ്വർഗീയ പിതാവ് ഉപയോഗിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സാധാരണപ്പെട്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ദൈവം നമ്മെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമാണ്. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു, നമ്മളതിനെ എങ്ങനെ വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതവും ശരീരവും വിശുദ്ധിയായി കാക്കണം, സൂക്ഷിക്കണം. പാപം വെള്ളം മാത്രമല്ല, അശുദ്ധമാകുന്നത് മനസ്സിനെ അശുദ്ധമാക്കുന്നു, അശുദ്ധമാക്കുന്നു, ചിന്തകളെ അശുദ്ധമാക്കുന്നു, വാക്കുകളെയും പ്രവൃത്തികളെയും ശരീരത്തെയും അശുദ്ധമാക്കുന്നു പാപം. പാപം സാക്ഷ്യത്തെ നശിപ്പിക്കുന്നു. നല്ല സാക്ഷ്യമില്ല പാപം ചെയ്യുന്നവർക്ക്. പാപം ശുശ്രൂഷയെ ശക്തമായി നശിപ്പിക്കുന്നു. പാപം സഭകളെ നശിപ്പിക്കുന്നു. പാപം കുടുംബത്തെ നശിപ്പിക്കുന്നു. പാപം ദേശത്തെ നശിപ്പിക്കുന്നു എന്ന് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തും. 2 തീമോഥെയോസ് 2:20-21 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, വിശുദ്ധീകരിക്കുന്നവൻ, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്ന് പൗലോസിൽ കൂടി പരിശുദ്ധാത്മാവ് സഭയ്ക്ക് പറയുന്നു. ഞാനൊരു പ്രാവശ്യം ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചൺ അവിടെ പോകാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടി. ഞാൻ അകത്തുപോയി നോക്കുമ്പോൾ ഒരു 10 യൗവനക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ, നല്ല പ്ലേറ്റ്സ് എല്ലാം തിളയ്ക്കുന്ന ചൂട് വെള്ളത്തിലിട്ട് എടുത്ത് വെള്ളം നല്ല തുണി കൊണ്ട് അതിനെ തുടയ്ക്കുകയാണ്. ക്ലിയറായിട്ട് തുടയ്ക്കും. ഒരു വ്യക്തി തുടച്ച് അടുത്ത വ്യക്തി കൊടുക്കുന്നു, അവൻ വീണ്ടും തുടയ്ക്കുന്നു. ഇങ്ങനെ ഒരു പ്ലേറ്റിനെ ഒരു 10 പേര് തുടയ്ക്കുന്നു, വീണ്ടും വീണ്ടും വീണ്ടും. അതിനുശേഷം അവിടെ ഒരു സൂപ്പർവൈസറുണ്ട്. അദ്ദേഹം വന്ന് അതിനെ ചെക്ക് ചെയ്യുന്നു. എനിക്ക് അത്ഭുതം തോന്നി, ഒരു പാത്രം ഇത്രയും പേര് തുടയ്ക്കണമെന്ന്. കാരണം 5 സ്റ്റാർ ഹോട്ടലിൽ വരുന്നത് ആരാ? വലിയ ബിസിനസ്മാൻ, കോടീശ്വരന്മാർ, വലിയ കമ്പനി ഓണേഴ്സ്, വലിയ വലിയ പദവിയിലിരിക്കുന്നവരാണ് അവിടെ വരുന്നത്. സാധാരണപ്പെട്ടവരല്ല അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ പാത്രം അത്ര ശുദ്ധമായിരിക്കണം. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട്. ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി, വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവർ വല്ലതും ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ചാൽ എടുത്ത് കുടിക്കില്ല. ആ ഗ്ലാസ്സിനെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അകത്തു നോക്കും. പ്ലേറ്റിൽ വച്ചിരിക്കുന്ന ആഹാരങ്ങളെല്ലാം അവർ ശ്രദ്ധിച്ച് നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ. കൊണ്ടുവച്ച് എടുത്തടിക്കട കുട്ടപ്പ എന്ന് അടിക്കില്ല. എല്ലാം നോക്കി കഴിക്കും. ഒത്തിരി പേരവിടെ പോകുന്നത് വിശപ്പിനല്ല, സന്തോഷത്തിന്,
നല്ല ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. പക്ഷെ അവർക്കത് അതിനുള്ള വില കൊടുക്കുന്നു. ആ ഹോട്ടൽക്കാരും അതിനുള്ള വില കൊടുക്കുന്നു. അവരത് പെർഫെക്റ്റായിട്ട് വയ്ക്കുന്നു. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരിയുണ്ട് ബാംഗ്ലൂരിൽ. എവിടെയും ഒരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് അവിടെ കണ്ടാലുണ്ടല്ലേ, ഹോട്ടലിന് 2 ആഴ്ച വരത്തുള്ളൂ. 2 ആഴ്ച വരത്തുള്ളൂ. അങ്ങനെ അവിടെ യുദ്ധം നടത്തും. കാരണം നമ്മൾ അങ്ങനെയുള്ള വില കൊടുക്കുന്നു. എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം, പാപമറിയാത്ത ദൈവം, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ദൈവം, പാപത്തെ നോക്കുവാൻ പോലും ആഗ്രഹിക്കാത്ത ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പാത്രം എങ്ങനെയിരിക്കണം? ശുദ്ധമായ പാത്രം. നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കണം? ശുദ്ധമായ ജീവിതം, നിഷ്കളങ്ക ജീവിതം. ഇതിരുന്നു കഴിഞ്ഞാൽ ദൈവം അവരെ ഉപയോഗിക്കും, അനുഗ്രഹിക്കും. ദൈവം കഴിവിനല്ല, വിശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കഴിവിനല്ല. ഈ കാലങ്ങളിൽ കഴിവിനാണ് വില. ശുശ്രൂഷയിൽ കഴിവ്, സഭയിൽ കഴിവുണ്ടാകണം. അല്ല, ദൈവം വിശുദ്ധിക്കും വേർപാടിനും നിഷ്കളങ്ക ജീവിതത്തിനും ശുദ്ധമായ ജീവിതത്തിനുമാണ് ദൈവം വില കൊടുക്കുന്നത്. ലോകം കഴിവിന് വില കൊടുക്കും, ദൈവം കഴിവിന് വില കൊടുക്കില്ല. ദൈവം വിശുദ്ധിക്ക് വില കൊടുക്കുന്നു. കൃപയെ ദുരുപയോഗം ചെയ്യരുത്. റോമാലേഖനം 6-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നാം എന്തു പറയേണ്ട? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത് എന്നാണ് വചനം പറയുന്നത്. പാപക്ഷമ എന്ന് പറയുന്ന അനുമതിയല്ല, ക്ഷമ പരിവർത്തനമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് അനുമതി എന്നാ. എത്ര പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം സഭകളുണ്ട്. ഹൈപ്പർ ഗ്രേസ്, വൈൽഡ് ഗ്രേസ്, വൺ സേവ്ഡ് ഈസ് എവർ സേവ്ഡ് എന്നുള്ള ഏറെ ഉപദേശങ്ങളൊക്കെ കൊണ്ട് ഇന്ന് സഭ നിറഞ്ഞത് കൊണ്ട് പാപക്ഷമ മാത്രമേ സഭയിലുള്ളവർക്കറിയാവൂ. പാപം വിട്ട് വിശുദ്ധിയോട് ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ ജാതിയാണ്. പുറപ്പാട് 19:6 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാകുന്നു. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അടയാളം വിശുദ്ധിയാണ്. പാപത്തിൽ നിന്ന് വേർപിരിയണം എന്ന് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 7:1 പൗലോസ് മുഖാന്തരം പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് തിരുവചനം പറയുന്നു. അകത്തും പുറത്തും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമായി നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ ജീവിതം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ കരുണ മാത്രമല്ല, മാനസാന്തരം എന്ന് ലൂക്കോസിൻ്റെ ലേഖനം 13:3 കർത്താവ് പറഞ്ഞു. വെറും വെടിവെപ്പല്ല, മരണമത്ര എന്ന് റോമാലേഖനം 6:6-7 വചനങ്ങൾ പറയുന്നു. താൽക്കാലിക മാറ്റമല്ല, സ്വഭാവ പരിവർത്തനം എന്ന് 2 കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നു. അവകാശമല്ല, കീഴ്പ്പെടൽ, ഒബീഡിയൻസാണ് ആവശ്യമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14:15 പറയുന്നു.
ആരാധന മാത്രമല്ല, വിശുദ്ധി എന്ന് എബ്രായ ലേഖനം 12:14 പറയും. വിശുദ്ധ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തോടുള്ള സൗഹൃദം, പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ, സമാധാനമുള്ള മനസ്സ്, ശുശ്രൂഷയിൽ അഭിഷേകം, കുടുംബത്തിൽ സംരക്ഷണം, സാക്ഷ്യത്തിൽ മാന്യം, നല്ല മനസ്സാക്ഷി. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ നാൾ മുതൽ ഇന്നുവരെയും ഞങ്ങൾ നല്ല മനസ്സാക്ഷിയിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി എന്നാണ്. ഇപ്പം പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുമ്പോൾ ഇതെല്ലാം നഷ്ടമാവും. സങ്കീർത്തനം 24:3 മുതൽ 6 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്തിൽ ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജ്യത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു 5-ാം വചനത്തിൽ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വിശുദ്ധിയായി ജീവിക്കുന്നവർ, ശുദ്ധമായി ജീവിക്കുന്നവർ, വെടിപ്പുള്ള ജീവിതം ചെയ്യുന്നവർക്ക് അനുഗ്രഹവും നീതിയും പ്രാപിക്കുവാൻ കഴിയുമെന്ന് വചനം വളരെ ശക്തമായി നമുക്ക് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ചോദിക്കുന്ന ചോദ്യം. എന്ന് ദൈവം ചോദിക്കുന്ന ചോദ്യം, എനിക്ക് നിന്നെ ഉപയോഗിക്കാവോ? ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ പറ്റുമോ? ഞാൻ ഉപയോഗിക്കാൻ തക്ക രീതിയിൽ നിൻ്റെ ജീവിതവും ശരീരവും ഉണ്ടോ? നിങ്ങളുടെ മറുപടി എന്താണ്? ദൈവമേ, എൻ്റെ ജീവിതപാത്രം ശുദ്ധീകരിക്കണമേ. ഞാൻ നിനക്കായി മാത്രം ജീവിക്കും. പാപത്തോട് ഞാൻ മരിച്ചിരിക്കുന്നു. ഞാൻ പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പ് വരുത്തുവിൻ. ഒരു നല്ല സ്റ്റീൽ പാത്രവും അതിൻ്റെ അകത്ത് ശുദ്ധമായ വെള്ളവും അതിൻ്റെ മുകളിൽ മിതന്നുകൊണ്ടിരിക്കുന്ന ഒലിയുന്ന മലക്കഷണവും ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. നമ്മുടെ ജീവിതം വിശുദ്ധിയായിരുന്നാൽ, ഏറെ വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചു. അതിനെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ് എന്ന് കൊടുത്തു. ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. വിശുദ്ധിയായിരുന്നാൽ മനുഷ്യരോടും ദൈവത്തോടും ഫ്രീ ആയിരിക്കാം. മനസ്സിന് ഒരു കുഴപ്പമില്ല. മടിയിൽ ഘനമില്ല, മനസ്സിന് കുഴപ്പമില്ല, ഫ്രീ ആയിരിക്കും. വിശുദ്ധിയായി ജീവിക്കുന്ന ജീവിതം ഫ്രീ ലൈഫാണ്. സ്വസ്ഥ ഹൃദയം, സമാധാനമുള്ള ഹൃദയം, സന്തോഷമുള്ള ജീവിതം. അതാണ് ഇന്ന് നമുക്കാവശ്യം, നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം, നമ്മുടെ സഭകൾക്ക് ആവശ്യം. ഇങ്ങനെ തന്നെ വെടിപ്പാക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതവും ദൈവം അങ്ങനെ ആക്കട്ടെ. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ തക്ക രീതിയിൽ, നിങ്ങളുടെ ജീവിതവും ശരീരവും ശുദ്ധീകരിക്കുവാൻ തക്ക രീതിയിൽ ദൈവം നിങ്ങളോട് പ്രവർത്തിക്കട്ടെ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.